എനിക്ക് അറിയാവുന്ന ഒരു ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കഥയാണ്. ഒരു കുറേ വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. ഡീപ്പ് ലവ് എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. പെണ്ണ് കാണാൻ നല്ല സുന്ദരിയാണ്, ഒരു സൂപ്പർ ഫിഗറാണ്, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും. ചെക്കനൊരു ആവറേജ് ആയിട്ടുണ്ടാവും കാണാൻ, എന്നാലും കുഴപ്പമില്ല കാണാൻ. അങ്ങനെ പക്ഷേ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഇവർ ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പാണ്. ഈ പെണ്ണിന് ആ ഭംഗിയുണ്ടെന്നുള്ളതിൻ്റെ അഹങ്കാരം ആ സമയം തൊട്ടേ ഉണ്ട്. പക്ഷേ ഈ ചെക്കൻ അതറിയാം, ടോക്സിക് ആണ്, ഈ റിലേഷൻഷിപ്പ് എത്ര കാലം മുമ്പോട്ട് പോകും എന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിലും അവൻ ഈ പെണ്ണിൻ്റെ ഭംഗിയുണ്ടല്ലോ, ഇനി എനിക്കിതുപോലൊരു ഈ പെണ്ണ് പോയാൽ എനിക്കിതുപോലൊരു പെണ്ണ് കിട്ടുമോ എന്നുള്ള പേടി, പിന്നെ ഇവളുടെ സൗന്ദര്യം, അതുകൊണ്ട് അവൻ അങ്ങനെ ശരി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടോക്സിക്കൊക്കെ മാറി കുറച്ച് റെഡി ആവാതിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ കല്യാണം കഴിഞ്ഞു. കുറച്ച് കാലങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പോഴൊന്നും ശരിയായില്ല. പിന്നെ അവർക്കൊരു കുട്ടി ഉണ്ടായതിന് ശേഷം എല്ലാ പ്രോബ്ലങ്ങളും മാറുമെന്ന് വിചാരിച്ചു, അതും ശരിയായില്ല. അങ്ങനെ മുമ്പോട്ട് പോകെ ഇവനാകെ സ്ട്രെസ്സായി. ഇവന് രാവിലെ എണീറ്റിട്ട് വീട്ടിലെ ജോലി ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണം, പിന്നെ വൈകുന്നേരം വന്നാൽ കുട്ടീനെ നോക്കാനും അത്യാവശ്യം വീട്ടിലെ ജോലി എല്ലാം കൂടെ ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ലൈഫായി. ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവന്. അങ്ങനെ ഒരു ദിവസം പ്രഷർ കുക്കറിലിട്ട മാതിരി ആയിരിക്കുമല്ലോ ഈ ഒരു മെൻ്റൽ അവസ്ഥ, സ്ട്രെസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം വിസിൽ വരാത്തത് കൊണ്ട് പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞ പോലെ ഇവനങ്ങ് പൊട്ടിത്തെറിച്ച്. വീട്ടിൽ ഭയങ്കര ഒച്ചയായി, ബഹളായി. അപ്പോൾ ആ പെണ്ണ്, അപ്പോൾ നിനക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളല്ലേ, ആ ഒരു ദേഷ്യത്തിൽ ആ പെണ്ണ് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇപ്പോൾ പോയി അത് ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി. അവർ തമ്മിൽ ഡൈവോഴ്സായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർക്ക് ആദ്യം തൊട്ടേ ഈ ചെക്കന് അറിയാം ഇതൊരു ടോക്സിക് ആണ്, ഇതത്ര മുമ്പോട്ട് പോകില്ല എന്ന്. പക്ഷെ അവന് ആ സമയത്തൊരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇനി ഇതുപോലൊരു പെണ്ണ് കിട്ടുമോ, അതുപോലുള്ള തീരുമാനം. അപ്പോൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ രണ്ടാളുടെ ജീവിതവും നോക്കുകുത്തി പോലായി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് രണ്ടുപേരും. പിന്നെ അതിനിടയിൽ ഒരു കുഞ്ഞ് വന്നില്ലേ, അതും കിടന്ന് കഷ്ടപ്പെടേണ്ട അവസ്ഥയിലായി. സോ കറക്റ്റ് സമയത്ത് കറക്റ്റായ ഡിസിഷൻ എടുക്കാൻ പറ്റിയാൽ ലൈഫിൽ അതൊരു വലിയ സക്സസ് ആയിരിക്കും.